എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. പപ്പായ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അടുത്തൊരു അധ്യായം നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് നമ്മൾ ഉള്ളത്. മാനന്തവാടിയിലെ ഒരു ഡയറി ഫാം വിശേഷമാണ് ഇന്ന് കേരള റൗണ്ടപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റി മറക്കണ്ട. 51ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗോവയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരുപാടധികം സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം എന്നോണം നമ്മുടെ മേഡൻ മുറാഫം ജോഷേട്ടൻ ഒരു പോത്തുകുട്ടിയും, അതുപോലെ തന്നെ നമ്മുടെ KMF ദിനുചേട്ടൻ ഒരു എരുമക്കുട്ടിയും, അതുപോലെ തന്നെ കാട്ടൂർ ഷാനവാസൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും, കൊല്ലം ജില്ലയിലെ കൈലാസ് മുറാഫം ഒരു നീലിരവിയുടെ പോത്തുകുട്ടിയും, അതുപോലെ തന്നെ സൈഡസ് അനിമൽസ് എന്ന് പറയുന്ന കമ്പനി കർഷകർക്ക് പശുക്കൾ ഈറ്റാവാനും അതുപോലെ തന്നെ ചെന പിടിക്കാനും ആവശ്യമായിട്ടുള്ള CRS പൗഡർ 2.5 കിലോ വീതം 10 കർഷകർക്ക് നൽകുന്ന ഒരു ഗിവ് പ്രോഗ്രാം. ഏകദേശം 50 കർഷകരിലേക്ക് നമ്മുടെ ഈ ഒരു ഗിവ് പ്രോഗ്രാം എത്തും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ടൊരു ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് www.pappayavlogs.com. അപ്പോൾ അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ കാത്തിരിക്കുക. കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരുപാടധികം സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഞെരക്കെടുപ്പിലൂടെ ആയിരിക്കും നമ്മൾ വിജയികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലെ ഒരു ഡയറി ഫാം വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മുടങ്ങാതെ കൊടുക്കുന്നത് ഈ CRSൻ്റെ കാൽസ്യപ്പൊടിയാണ്. അത് ചെന പിടിക്കാനൊക്കെ ഏറ്റവും ഗുണമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-5 വർഷമായിട്ട് ഞാനത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. കിടാക്കൾ ഒരു ചെനയുടെ പരുവത്തിലേക്ക് എത്തുമ്പോൾ മുതൽ അത് കൊടുക്കും. ചെന പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം. പിന്നീട് അത് പാല് കൂടാനുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പശുക്കളുടെ ശരീരമൊക്കെ നന്നായി നിൽക്കും, കറവ കുറച്ച് നാൾ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. അത് തന്നെയല്ല, പാലിൻ്റെ അളവ് ഒരു മിനിമം നിൽക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ. അത് എല്ലാ പശുക്കളും ഒരു വർഷത്തിൽ ഒന്നെങ്കിലും പ്രസവിക്കും. അത് ഈ CRS തന്നെ കൊടുത്തുകൊണ്ട് CRSൻ്റെ ആണെന്ന് എനിക്ക് കൂടുതൽ, മറ്റു പൊടികൾ ഒത്തിരി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് കൊടുക്കാൻ തുടങ്ങിയ ശേഷം ഇത് കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ മറ്റ് ഫാമുകളിലുള്ളവരൊക്കെ ഇങ്ങനെ ചെന പിടിക്കുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാം. അപ്പം ഞാനിങ്ങനെ പറയും. പക്ഷേ ഇതിന് ഇച്ചിരി വില കൂടുതലുള്ളത് കൊണ്ട് ആൾക്കാർ ഈ മിൽമേന്നൊക്കെ കിട്ടുന്ന 100 രൂപയുടെ സാധനമൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. ചേട്ടാ ഇത് എത്ര നാളായിട്ട് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ഒരു 6 വർഷമെങ്കിലും ആയിട്ട് കൊടുക്കുന്നുണ്ട്. CRS മുടങ്ങാതെ കൊടുക്കും. അപ്പോൾ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സുനന്ദിനി ഡയറി ഫാമിലാണ് നമ്മളുള്ളത്. നമ്മളുടെ ഡയറി ഫാമിൻ്റെ ഉടമയായിട്ടുള്ള സുഭാഷേട്ടൻ നമ്മളോടുണ്ട്. അപ്പോൾ വയനാട് ജില്ലയിൽ നമ്മൾ പല മേഖലകളിൽ നിന്നും വീഡിയോ എടുത്തു. നമുക്ക് ബത്തേരി ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ മാനന്തവാടിയും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ്. വലിയൊരു ഹൈടെക് ഫാമിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ സുഭാഷേട്ട, പപ്പായ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ ഒരു വലിയൊരു യാത്രയാണ്. തിരുവനന്തപുരം മുതൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെ നീളുന്ന ഒരു യാത്രയാണ്. മികച്ച ക്ഷീരകർഷകരെയും മികച്ച പോത്ത് കർഷകരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. അപ്പം എങ്ങനെയാണ് ഒരു ഡയറി മേഖലയിലേക്ക് വന്നത് എന്നാണ്, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഈ ഒരു ഡയറി മേഖലയിലുണ്ട്? ഇത് ആദ്യം മുതലുണ്ട്. ഒരു 1996 മുതൽ പശു ഉണ്ട്. അന്ന് മുതൽ നമ്മൾ ഇതാക്കുന്നതാണ്. ഇപ്പോൾ ഈ ഇത്രയും കൂടുതൽ പശുവൊക്കെ ആയിട്ട് ഒരു 5-8 വർഷമായി. അത്രയായിട്ടുള്ളൂ. എത്ര പശുക്കളുണ്ട് നമുക്കിപ്പോൾ ഇവിടെ? ഇപ്പോൾ ഇവിടെ 20 പശുവുണ്ട്. 20 പശുക്കൾ. എത്ര പശുക്കൾ കറവയിലുണ്ട്? കറവയുള്ളത് 10 എണ്ണമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് ചേട്ടാ? എങ്ങനെയാണ് ഈ ഇവിടെ കിട്ടുന്ന ഈ 10 പശുക്കളിൽ നിന്ന് എത്ര പാല് നമുക്ക് കിട്ടുന്നുണ്ട്? അതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു? 10 പശുവിൽ നിന്ന് 2 നേരം കൂടെ 200 ലിറ്റർ പാലോളം കിട്ടുന്നുണ്ട്. അത് സൊസൈറ്റിയിൽ കൊടുക്കുന്നു. സൊസൈറ്റിയിൽ തന്നെ വേറൊരു മാർക്കറ്റിംഗ് ഇല്ല. വേറെ മാർക്കറ്റിംഗ് രീതിയൊന്നും വേറെ തുടങ്ങിയിട്ടില്ല. സൊസൈറ്റി തന്നെ. സൊസൈറ്റി. അതെ.
സൊസൈറ്റിയിൽ നമുക്ക് ഇവിടെ ഈ മാനന്തവാടി സൈഡിലൊക്കെ എത്ര രൂപ വെച്ച് സൊസൈറ്റിയിൽ നിന്ന് പാലിന് വില കിട്ടുന്നുണ്ട്? മാനന്തവാടിയിൽ എനിക്ക് ശരാശരി വന്നു കഴിയുമ്പോൾ 37-38 റുപ്യോളം വരും ശരാശരി. ചില ദിവസം 40, ചില ദിവസം 36 അങ്ങനെയൊക്കെ വരും. അന്നേരം ശരാശരി വരുമ്പോൾ ഒരു 37-38 റുപ്യോളം കിട്ടും. 1 ലിറ്റർ പാലിന് 37 എന്നുള്ള റേറ്റിൽ നമുക്ക് മുതലാവോ? ഡയറി ഫാമിൽ മുതലാവോ? അതനുസരിച്ചാണോ ഇതിന്റെ തീറ്റക്രമമൊക്കെ ചേട്ടൻ ക്രമീകരിച്ചിരിക്കുന്നത്? തീറ്റക്രമം വില അനുസരിച്ചല്ല, തീറ്റക്രമം പാലിനനുസരിച്ചാണ് ക്രമീകരിച്ചേക്കുന്നത്. പിന്നെ മുതലാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് മാത്രം. പക്ഷെ എന്നാലും വലിയ പൈസ ബാലൻസ് ഒന്നും വരില്ല. എല്ലാ ചെലവും കൂടെ വന്നു കഴിയുമ്പോൾ വലിയ പൈസ ബാലൻസ് ഉണ്ടാവില്ല. എങ്ങനെയാണ് പാലിന് അടിസ്ഥാനത്തിൽ തീറ്റ ചെലവ് ക്രമീകരിച്ചിരിക്കുന്നത്? തീറ്റയെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തീറ്റ ക്രമീകരിച്ചിരിക്കുന്നത് കാലിത്തീറ്റയാണ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റ. അത് 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് 400 ഗ്രാം വെച്ചിട്ട് കൂട്ടിയിട്ട് 10 ലിറ്റർ കിട്ടുവാണെങ്കിൽ അതിന് 4 കിലോ തീറ്റ പാലിനും 2 കിലോ തീറ്റ പശുവിനും. അപ്പോൾ 6 കിലോ തീറ്റ 2 നേരം കൂടെ കൊടുക്കും. കാലിത്തീറ്റ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോല് കുറവായിപ്പോൾ പച്ചപ്പുല്ലാണ് പ്രധാനമായിട്ട്. പച്ചപ്പുല്ല്, സൈലേജ് നമുക്ക് സുലഭമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ? സൈലേജ് കിട്ടാൻ ചില സമയത്ത് ടൈറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഈ വേനലായത് കാരണം. ഇല്ലെങ്കിൽ സുലഭമായിട്ട് കിട്ടും. സൈലേജിന് എന്തോ വില വരുന്നുണ്ട്? സൈലേജിന് നമുക്ക് മിൽമ ഇറക്കി തരുന്നേ. സൈലേജ് നമുക്ക് മിൽമ ഇറക്കി തരുന്ന കിലോയ്ക്ക് 6 രൂപ വെച്ചിട്ടാണ് ഇറക്കി തരുന്നത്. അത് അവര് സബ്സിഡി കഴിച്ചിട്ട് തരുന്നത്. മിൽമ സബ്സിഡി വെച്ചിട്ട് തരുന്നുണ്ട്. ഒരു പശുവിന് എത്ര രൂപ തീറ്റ ചെലവ് വരുന്നുണ്ട് കേട്ടോ ഒരു ദിവസം, രാവിലെ വൈകിട്ടുമായിട്ട്? അത് തീറ്റ കൊടുക്കുന്നുണ്ട്? 2 നേരം കൊടുക്കുന്നുണ്ട്. തീറ്റ ചെലവ് എത്ര വരുന്നുണ്ട്? തീറ്റ ചെലവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാലിത്തീറ്റന്റെ കൊടുക്കുന്ന പശുവിന് കിട്ടുന്ന പാലിനനുസരിച്ചിരിക്കും അതിന്റെ ചെലവ്. 20 ലിറ്റർ കിട്ടുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 കിലോ കാലിത്തീറ്റ വരും. അതിന് 12 കിലോ കാലിത്തീറ്റ ഇപ്പം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് മിൽമേന്റെ ഗോമതിയാണ്. അതിന് കിലോയ്ക്ക് 26 റുപ്യ വില വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സൈലേജ് ഒരു 5-6 കിലോ സൈലേജ് വരും. പിന്നെ പച്ചപ്പുല്ല് അത് പിന്നെ നമ്മൾ തൂക്കാറില്ല. നമ്മുടെ സ്വന്തം സുലഭമായിട്ട് കിട്ടാറുണ്ടോ ഇവിടെ? പച്ചപ്പുല്ല് സുലഭമായിട്ട് കിട്ടാൻ ഇപ്പോൾ ഒരു കൃഷിയുണ്ട്. എത്ര സ്ഥലത്തുണ്ട് കൃഷി? ഇപ്പൊ മൊത്തം 2 ഏക്കർ 3 ഏക്കർ വയലിൽ ഇപ്പോൾ കൃഷിയുണ്ട്. ഇപ്പൊ ഞാൻ 2 ഏക്കറും കൂടെ പുതിയതെടുത്ത് നടുന്നുണ്ട്. ഏത് പുല്ലിനാണ് നടന്നത്? CO5 ഉണ്ട്, CO3 ഉണ്ട്, പിന്നെ നേപ്പിയർ, സൂപ്പർ നേപ്പിയർ ഉണ്ട്, റെഡ് നേപ്പിയർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ തരം ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇത്രയും വർഷത്തെ ഒരു ഡയറി ഫാമിങ്ങിൽ ചേട്ടന് എന്തെങ്കിലും അംഗീകാരങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. മിൽമേന്റെ ഇതിലും കിട്ടിയിട്ടുണ്ട്. മിൽമ പാലളക്കുന്നതിനനുസരിച്ച് വില വരുന്നല്ലാണ്ട് വേറെ അംഗീകാരം ഒന്നുമില്ല. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ? പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സഹായം കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളെ മുനിസിപ്പാലിറ്റി ആയിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ഭരണസമിതി ആ പാലിന് ബോണസ് വെച്ചിട്ടുണ്ടായിരുന്നു. വേനൽക്കാല അത് ഭരണസമിതി മാറിക്കഴിഞ്ഞപ്പോൾ അത് നിർത്തിപ്പോയി. അപ്പൊ അത് നമുക്കൊരു നല്ലൊരു ആശ്വാസമായിരുന്നു. ഇപ്പൊ ഭരണസമിതി പിന്നെ ഇപ്പോഴത്തെ ഭരണസമിതി വെച്ചേക്കുന്നത് മേറ്റിനും കിടാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അത് മേറ്റിന് പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ജൂണിൽ അപേക്ഷ മേടിച്ചാ. ജൂണിൽ ഗ്രാമസഭയിൽ അപേക്ഷ വെച്ചപ്പോൾ ആ മേറ്റ് മേടിച്ചു, അതിന്റെ ബില്ല് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേ പോയിട്ട് മേറ്റ് മേടിച്ചു. ഇന്നിപ്പോൾ അതിന്റെ ബില്ല് അത് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അതുപോലെ മാർച്ചിലുള്ള ബില്ല് വേണം. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഉള്ള വലിയ ഉപകാരം ഒന്നുമില്ല. അതിനു മുമ്പ് ബോണസ് കിട്ടുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ 10-64,000 രൂപ ബോണസ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. എങ്ങനെയാണ് ചേട്ടാ ഇവിടെ ഇത്രയും 20 പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു? 20 പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെയാണ് അത് ജോലിക്കാരെ വെച്ചിട്ടുണ്ട്? എങ്ങനെയാണ്? ഇല്ല, ജോലിക്കാരില്ല, ഫാമിലി ആയിട്ട് തന്നെ. ഞാനും ചേട്ടനും കൂടെയാണ് ചെയ്യുന്നത്. ചേട്ടനും അപ്പോൾ നമ്മൾ 2 ഭാര്യമാരും കൂടും ഉണ്ട്. അപ്പം 2 കൂടെ ഇതായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചേട്ടാ, പശുക്കൾക്ക് തീറ്റകൾക്ക് പുറമെ ഇപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ടോ? തീറ്റകൾക്ക് പുറമെ എന്തെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ഫീഡ് സപ്ലിമെന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്? സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. അഡീഷണൽ കാൽസ്യപ്പൊടി കൊടുക്കുന്നുണ്ട്. സൈഡസിന്റെ സപ്ലിമെന്റ് കാൽസ്യപ്പൊടി കൊടുക്കുന്നുണ്ട്. സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്. ചാക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ചാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൊടുക്കുന്നതുള്ള വ്യത്യാസം ഉണ്ടോ? പാലിന് വ്യത്യാസങ്ങളോ? പാലിന് ഒരു വില ഒരു നിലവാരത്തിൽ നിൽക്കും. പിന്നെ പശുവിന് കാൽസ്യക്കുറവ് കൊണ്ട് വരുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. കാലിന്റെ പൊട്ട് അങ്ങനത്തെ ഇതിനൊക്കെ മാറ്റം കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിന്റെ ഒരു നെടുന്തൂൺ അല്ലെങ്കിൽ ഫാമിന്റെ ഒരു കർഷകന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വർഷത്തിൽ ഒരു പശുക്കുട്ടി എന്നുള്ള ഒരു സ്വപ്നം. നമ്മുടെ ഫാമിൽ എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? വർഷത്തിൽ നമുക്കൊരു പശുക്കുട്ടി കിട്ടുന്ന രീതിയിൽ തന്നെ? അതെ, അങ്ങനെ തന്നെ. അത് അങ്ങനെ ക്രമീകരിച്ചു. ഇതിപ്പോ 10 പശുവിന് കറവാന്ന് വെച്ചാൽ 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 6 മാസം ആയതുണ്ട്, 7 മാസം ആയതുണ്ട്. അങ്ങനെ
ഒരു 365 ദിവസം നമുക്കൊരു 10 പശുവിനെ കറക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണോ ക്രമീകരിച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചിട്ടയായിട്ടുള്ള ഒരു ഫാമിംഗ് രീതി തന്നെയാണ് അവർ. വളരെയധികം സന്തോഷം ചേട്ടാ, ഒരുപാടധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മുടെ ഈ മാനന്തവാടിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരള റൗണ്ടപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെ. വയനാട് ജില്ലയിലെ പല മേഖലകളിലും നമ്മൾ ഡയറി ഫാമുകളെ പരിചയപ്പെടുമ്പോൾ മാനന്തവാടി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ മാനന്തവാടിയിൽ നമുക്ക് സുഭാഷിനെ പറ്റി പഞ്ചായത്തിൻ്റെ സ്കീമുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്തേക്കുള്ള ഇത് മാറ്റങ്ങളുണ്ടാവട്ടെ, ഡയറി മേഖലയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ വരട്ടെ. പക്ഷേ വയനാട് ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞത്, ഇവർക്ക് സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ല, അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം. എല്ലാ വീട്ടിലും പശുക്കളുണ്ട് അല്ലേ, അതുകൊണ്ട് വീട്ടുകാർക്ക് നമുക്ക് പശുക്കളെ കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും കൂടുതൽ കാണുന്ന HF-ന്റെ പശുക്കളാണ്, HF ക്രോസ് പശുക്കളാണ് കൂടുതലായിട്ടുള്ളത്. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ സേവനമൊക്കെ കറക്റ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കേരള റൗണ്ടപ്പിൻ്റെ മാനന്തവാടിയിലെ ഈ സുനന്ദിനി ഡയറി ഫാമിൻ്റെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും കേരള റൗണ്ടപ്പിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി മറക്കണ്ട, 51ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഉള്ള ഒരു ഗിവ്-അവേയിൽ നിങ്ങളും പങ്കാളികളാവുക. നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ടൊരു ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് www.pappayavlogs.com. ഇപ്പോൾ തന്നെ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക, കാത്തിരിക്കുക. കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഏകദേശം 50 കർഷകരിലേക്ക് നമ്മുടെ സമ്മാനങ്ങളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം സുഭാഷ് ചേട്ടാ, ഇത്ര നേരം പങ്കുവച്ചതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി, കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. വീണ്ടും കാണാം നല്ലൊരു വീഡിയോസായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.